ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ടു സെഡ് മലയാളം ചാനൽ. ഞാൻ പ്രജീഷ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു 10-15 ദിവസം മുൻപ് ഒരു തേനീച്ച കോളനി ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നു. അത് നമ്മൾ ചിരട്ടയിൽ ആദ്യമായിട്ടൊരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ റാണിമുട്ട വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ആ റാണിമുട്ട അതിലുണ്ടോ, അവർ തേനീച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെ ഒരു അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്ന് നോക്കുന്നത്. അന്ന് ഈ കോളനി ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് റാണിമുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത കൂട്ടിൽ നിന്ന് റാണിമുട്ട കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ബ്ലൈൻഡ് ഡിവിഷൻ നടത്തി കാണിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തത്. ഇപ്പം ഇതിലെ ഏകദേശം മുട്ടകളൊക്കെ വിരിഞ്ഞിറങ്ങി കുറച്ച് മുട്ട കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് റാണിമുട്ടയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കൊരു റാണിമുട്ട ഇതിലേക്ക് കൊടുത്തന്നെ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കോളനി നമുക്ക് കിട്ടില്ല. ഇത്രയും ഈച്ചകൾ ഇവിടെ ആയുസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു പോകും. ഈ കൂട് വേസ്റ്റ് ആയി പോവും. അപ്പം നമുക്ക് ഇതിങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് മറ്റൊരു കൂട്ടിൽ നിന്ന് ഇതിലേക്ക് റാണിമുട്ട എടുത്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഈ കൂട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കോളനി നമുക്ക് തുറന്നു നോക്കിയിട്ട് റാണിമുട്ട ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള കോളനി നോക്കി നമ്മൾ തുറക്കാണ്. നമ്മൾ അധികം ബുദ്ധിമുട്ടാതെ തന്നെ നമുക്കൊരു റാണിമുട്ട കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. ഇപ്പോൾ ആദ്യം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള അത് കിട്ടിയത് കൊണ്ട് പിന്നെ അധികം ആ കൂടിനെ ഡിസ്റ്റർബ് ചെയ്യാനില്ല. നമ്മൾ അതിലുള്ള കുറച്ച് തേനും കൂടി നമ്മൾ എടുത്തിട്ട് കൂട് അടച്ചു വയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആ റാണിമുട്ടയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുട്ടയും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഒപ്പം കുറച്ച് തേനും അതിലുണ്ടായിരുന്ന കുറച്ച് തേനും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കൂട് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുകയാണ്. ഇങ്ങനെ മുട്ടയടക്കം നമ്മൾ റാണീനെ കൊടുക്കുമ്പോൾ നമ്മളത് മറ്റൊരു കൂട്ടിലേക്കാണ് കൊടുക്കണത്. അപ്പോൾ അതിൽ ബാക്കി ചെറിയ ഈച്ചകളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ അത് തമ്മിൽ കടി കൂടിയിട്ട് ചത്തുപോകും. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാ ഈച്ചകളെയും മാറ്റിയതിന് ശേഷം ആണ് നമ്മൾ ആ മുട്ട അതിലേക്ക് ആഡ് ചെയ്യണം, മറ്റു കൂട്ടിലേക്ക് ആഡ് ചെയ്യണത്. എന്നുവെച്ചാൽ വേറൊരു കോളനി ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ ഡിവിഷൻ അല്ല, നമ്മൾ മുട്ട മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യണം. തേനീച്ചകൾ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ആ മുട്ടകളൊക്കെ നമ്മുടെ ചിരട്ടക്കൂട്ടിലേക്ക് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ചിരട്ടക്കൂട്ടിലത്തെ മുട്ടകളൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ സ്ട്രെങ്ത്ത് കുറച്ച് കുറവുള്ള കാരണം കൊണ്ട് നമ്മൾ റാണിമുട്ടയും എക്സ്ട്രാ കുറച്ച് മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് കോളനി സെറ്റായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഈ കൂട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോയുടെ അവസാനം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും. ഇതിന് ശേഷം നമ്മൾ ആ കൂടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുകയാണ്.
സീൽ ചെയ്തിട്ട് പഴയ പൊസിഷനിൽ തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അതിൽ പുറത്തുള്ള ഈച്ചകളൊക്കെ അതിൽ കയറിക്കോളും. അപ്പോൾ നമ്മൾ നല്ലോണം സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തിന് ശേഷം ഇതിൻ്റെ അപ്ഡേഷൻ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.